നമ്മളിപ്പോൾ വാഴയ്ക്ക് ഒരു ഫോളിയർ വളം കൊടുക്കുകയാണ് 19-19-19. അത് 1 ലിറ്റർക്ക് 5 മില്ലി, 10 ലിറ്റർ ആകുമ്പോൾ 50 ഗ്രാം മതിയാകും. ഇതിപ്പോൾ 16 ലിറ്ററിൻ്റെ ടാങ്കാണ്. അത് നമ്മളൊരു 80 ഗ്രാം വരെ 100 ഗ്രാം വരെ ആവാം. ഇതിന് ശേഷം ഇങ്ങനെ ഇലയുടെ അടിഭാഗത്തും മേലെ ഭാഗത്തും സ്പ്രേ ചെയ്യുന്ന രീതിയിൽ കൊടുക്കുക. കഴിയുന്നതും അതിരാവിലെ 9 മണിക്ക് മുമ്പേ കൊടുക്കണം. പിന്നെ ഇപ്പോൾ 2000-5000 വാഴയുള്ളവർക്കൊന്നും എല്ലാ വാഴയ്ക്കും 9 മണിക്ക് മുമ്പേ കൊടുക്കൽ നടക്കില്ല, പ്രായോഗികമല്ലല്ലോ. അപ്പോൾ നമ്മൾ കഴിയുന്നതും നേരത്തെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് തന്നെ അതിൻ്റെ ആ ഒരു ഘടന അവർ വലിച്ചെടുത്ത് വെയിൽ ചൂടാകുന്നതിൻ്റെ മുമ്പ് ചെടികൾ അല്ലെങ്കിൽ വാഴ ഭക്ഷണം പാകം ചെയ്യും. അപ്പോൾ അതിൻ്റെ ആ ഒരു റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയാണ് വെയിൽ ചൂടാകുന്നതിൻ്റെ മുമ്പേ ഫോളിയാർ വളങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. പെട്ടെന്നുള്ള റിസൾട്ട് കിട്ടും. ഇങ്ങനെ ഏലൻ്റെ 2 ഭാഗങ്ങളിലും കഴിയുന്നതൊക്കെ സ്പ്രേ ചെയ്യാം. അടിഭാഗത്ത് കൊടുക്കാം, മേലെ ഭാഗത്തും നനയുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാം. ഈ ചില വാഴയ്ക്കൊക്കെ, ഇപ്പോൾ ഈ വാഴയ്ക്കൊരു ചെറിയ കൂമ്പിൻ്റെ പ്രശ്നമുണ്ട്. അത് ഈ ഫോളിയാർ 19-19-19 ചെല്ലുന്നതോടുകൂടെ, പൊട്ടാഷിൻ്റെ അംശം കിട്ടുന്നതോടുകൂടെ അത് ക്ലിയറാവും. ഇതിപ്പോൾ ഒരു 250 വാഴയ്ക്ക് ആകെ 100 ഗ്രാം ഒറ്റ കുറ്റി അല്ലെങ്കിൽ 2 കുറ്റി 200 ഗ്രാം വളം മതിയാകും. 200 ഗ്രാം വളത്തിന് 1 കിലോന് 200 രൂപയുള്ളൂ. അപ്പോൾ 100 ഗ്രാമിന് 20 റുപ്യ, 50 രൂപേൻ്റെ വളം. പിന്നെ സ്പ്രേയർ നമ്മുടെ ഒരു മണിക്കൂർ നേരത്തെ പണിയാവുള്ളൂ. അതിനുള്ള ഡബിൾ ഗുണം നമ്മളൊരു ഫോളിയർ വളം ചെയ്യുന്നതുകൊണ്ട് ചെടികൾക്ക് ലഭിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ല ഗുണം കിട്ടും.